ബേസിക്കലി ആസ് ഓഫ് നോ AI ചെയ്യുന്നത് എന്താ, നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് AI മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ ജോബൊക്കെ കളയുമോ എന്നുള്ളത്. അതായത് ഈ കോഡ് എഴുതാൻ പഠിക്കുക എന്നുള്ളതിന് ഇനിയും പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കോഡ് എഴുതുക എന്നുള്ളത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവിങ് അല്ലേ. ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് എന്നുള്ളതിനപ്പുറം അത് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ലോജിക്ക് ഉണ്ട്. ആ ലോജിക്ക് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ചൊരു പ്രോംപ്റ്റിംഗ് സ്കില്ല് കൂടി നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഡിങ്ങിന് പ്രസക്തി ഇല്ലാതായിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് കുറച്ചുകൂടി ഒരു സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ നാരോ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഒരു നേഴ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഒരു പ്ലംബറെ നമുക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ഇലക്ട്രിക്കൽ ഇങ്ങനത്തെ റോബോട്ടുകളൊക്കെ ഇറങ്ങി കുറേ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. അതായത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള. പക്ഷേ അപ്പം ഇനി ഈ AI കഴിഞ്ഞ് അടുത്ത് വരാൻ പോകുന്ന ഇപ്പം ക്വാണ്ടം കമ്പ്യൂട്ടിങ്, അതേപോലെ തന്നെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം വരുന്നുണ്ടല്ലോ. അപ്പം ഇനി വരാൻ പോകുന്ന അങ്ങനെയുള്ള ഒരു കാര്യം എന്തായിരിക്കും ശരിക്കും? നിങ്ങളൊരു 3 ആളുടെ പണി, ഒരാളുടെ പണിക്ക് പകരം 3 ആളുടെ പണി നിങ്ങൾ എടുക്കാൻ റെഡി ആയാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ഇരട്ടി ശമ്പളമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. പക്ഷെ അതിന് റെഡി ആവണം എന്നുള്ളതാണ്. അപ്പോൾ ആ ലെവൽ ഓഫ് ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു റെസ്യൂമേ മാത്രം മതിയോ? അത് അവർ ചെയ്ത പ്രോജക്റ്റുകളുടെയൊക്കെ അവർ ചെയ്ത പ്രോജക്റ്റുകൾ അത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ലിങ്ക്ഡിൻ അതേപോലെ ഗിറ്റ്ഹബ് പ്രൊഫൈലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്നും ഇത് കുറേ തള്ളാണെന്നുള്ളത് നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. ഓക്കെ, കാരണം ഭയങ്കര ക്ലീഷേ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ ഞാനൊരു റെസ്യൂമേ കാണുമ്പോൾ ഐ ആം സ്മാർട്ട്, ഐ ആം ഹാർഡ് വർക്കിംഗ്, ഐ ആം പ്രൊഫഷണൽ. ഈ ഒരു കോഴ്സിന്, എല്ലാ കോഴ്സിനും പോകുന്ന ഒരു 90% ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാഷൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു നോൺ കോഡിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾക്ക് കോഡിങ് പഠിക്കാൻ പറ്റും. ഒരു AI ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് AI പഠിച്ചെടുക്കാൻ സാധിക്കും. ഹായ്, വെൽക്കം ടു എൻട്രി കോഡിംഗ്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് അജ്മൽ സാറുമായിട്ടാണ്. അജ്മൽ സാറ് IIT മദ്രാസിൻ്റെ അലുമിനിയാണ്. അതുപോലെ തന്നെ ഇന്റലിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം XNY ലേണിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. സോ വെൽക്കം അജ്മൽ സാർ. താങ്ക് യു. സോ ഇന്നത്തെ ഒരു AI കാലഘട്ടത്തിൽ അടുത്തൊരു 3-4 വർഷത്തിനുള്ളിൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാൻ പോകുന്ന ചേഞ്ചസ്, അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച്. ഇപ്പോൾ AI ഒരുപാട് മേഖലകളിൽ AI വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കരിയർ എവിടെയാണ് എത്തിപ്പെടാൻ പോകുന്നത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് സാറോടൊന്ന് ചോദിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് ടു എൻട്രി കോഡിംഗ്. പിന്നെ നമ്മുടെ ഒരു വേൾഡ് ട്രാൻസ്ഫോർമേഷനിലൂടെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു 2-3 വർഷങ്ങൾ കൊണ്ട് എന്നുള്ളതിനപ്പുറം ഇപ്പോൾ തന്നെ ശരിക്കും ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ആസ് ഓഫ് നോ AI ചെയ്യുന്നത് എന്താ, നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് പണ്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ആശ്രയിച്ച് മേ ബി 2-3 മണിക്കൂർ ഒരാൾ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് മേ ബി നമുക്ക് കുറച്ച് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് തന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കാം. അതെ. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഐഡിയ ഒരു 10 വർഷം മുമ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്താ ആലോചിക്കുക, ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന സ്കിൽ സെറ്റുള്ള ആളുകൾ വേണം, നമ്മളൊരു 6 മാസം ഒരു 10-15 ആളുകൾ ഇരിക്കണം, എന്നാലേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു ഏറ്റവും മിനിയേച്ചർ വേർഷനെങ്കിലും ഒരാൾക്ക് ഇരുന്നിട്ട് മേ ബി ഒരു മാസം കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ അൾട്ടിമേറ്റ്ലി ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, എൻഹാൻസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് AI മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ ജോബൊക്കെ കളയുമോ എന്നുള്ളത്. അത്ര സിമ്പിളായിട്ട് ഉത്തരം പറയാവുന്നൊരു കാര്യമല്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഈ പ്രൊഡക്ടിവിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മിനിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ജെമിനി എപ്പോഴും ഒരു ആവറേജ് കുഴപ്പമില്ലാത്തൊരു പോസ്റ്റർ ചെയ്യുന്നുണ്ട്, ജെമിനി തരുന്നുണ്ട്. അതിൻ്റെ താഴെ ചെയ്യുന്ന ആൾക്കാരെ ഇന്ന് ആവശ്യമില്ല. ജെമിനോട് കോഡ് എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ChatGPT കോഡ് എഴുതാൻ പറഞ്ഞാൽ ChatGPT കോഡ് എഴുതും. അതിൻ്റെ ലെവലിൽ താഴെയുള്ള ആളുകളെ ആവശ്യമില്ല. അതായത് ഒരു ആവറേജ് എന്നുള്ളത് എന്തായി, ഒരു മിനിമം ബെഞ്ച് മാർക്കാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മേലെ പെർഫോം ചെയ്യുന്ന ആളുകളെ നമുക്ക് ഇന്ന് ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഇന്നത്തെ ഒരു റിയാലിറ്റി എന്നുള്ളത്. അവിടേക്കാണ് അറ്റ്ലീസ്റ്റ് ആസ് ഓഫ് നോ വേൾഡ് ട്രെൻഡ് ചെയ്യുന്നത്. അതായത് ഞാൻ പറയാറുള്ളത് ജനറലി AI ഹ്യൂമൻസിനല്ല റീപ്ലേസ് ചെയ്യുക, AI ഒരു മീഡിയോക്രിറ്റിയെ റീപ്ലേസ് ചെയ്യും. എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ അതിങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനി പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല, കാരണം അത് ചെയ്യാൻ
നിങ്ങളുടെ ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും കാലം ഈ ലോകത്തുള്ള ആളുകളൊക്കെ ചെയ്ത ഡാറ്റയിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് ഒരു മിനിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ മേലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസക്തി ഉണ്ട്. ആ മേലേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അത് ഏത് മേഖലയിലാണെങ്കിലും എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് പറയാനുള്ളത്. അപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് കോഡ് എഴുതാനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഇതുപോലെ കോപ്പൈലറ്റും അതേപോലെ ലവബിളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം പെട്ടെന്ന് നമുക്കൊരു ആപ്പ് ബിൽഡ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം നിമിഷ നേരം കൊണ്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ളൊരു കാലത്ത് ശരിക്കും ഈ ഡെവലപ്പർമാർ അല്ലെങ്കിൽ കോഡേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റൊക്കെ ഇനി ഉണ്ടാവുമോ, അതോ ഫുള്ളി AI തന്നെ ഈ കോഡ് എഴുതുന്ന കാര്യം ഏറ്റെടുക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു മിനിമം ലെവലിൽ കോഡ് എഴുതാൻ ഇനിയൊരു പക്ഷേ ആളുകളുടെ ആവശ്യം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു 5 ആളുകൾ അല്ലെങ്കിൽ 2-3 ആളുകൾ ചെയ്തിരുന്ന പണിയൊക്കെ മേ ബി ഒരാൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരാളാവാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് AI കൊണ്ട് കോഡൊക്കെ എഴുതിപ്പിക്കാവുന്ന ഏറ്റവും പ്രൊഡക്റ്റീവായി വർക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അങ്ങനത്തെ ആളുകൾക്ക് ഡെഫിനറ്റ്ലി ദർ വിൽ ബി എന്താ പറയുക ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. രണ്ടാമത്തെ ഒന്ന് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബിയോണ്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നിങ്ങൾക്ക് എയുടെ ബിയോണ്ട് എഴുതുന്ന കോഡിൻ്റെ അപ്പുറത്തുള്ളൊരു കോഡ് അത് ഡീബഗ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എഴുതാൻ അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് എക്സ്പെർട്ടീസ് ഉണ്ടോ. ആ ലെവൽ ഓഫ് എക്സ്പെർട്ടീസ് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ നന്നായി സ്കിൽഡ് ആവണം. കോഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു കോഡർ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നന്നായിട്ട് എനെ കൊണ്ട് കോഡ് എഴുതിപ്പിക്കാൻ നമുക്കറിയണം. അതും ഒരു നല്ലൊരു സ്കിൽ സെറ്റാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ജാവയോ പൈത്തണോ വാട്ട് എവർ വി ആർ യൂസിങ് അതിൽ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് എക്സ്പെർട്ടീസ് നമ്മൾ നേടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതിനുള്ളൊരു ഉത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അപ്പം സാറ് പറയുന്നത് അപ്പം നമുക്ക് ഞാൻ ഒന്നും കൂടി ചോദിക്കാനാണ്. അപ്പം കംപ്ലീറ്റ്ലി പണ്ട് നമ്മൾ കുട്ടികളോട് പറഞ്ഞത് കോഡ് എഴുതാൻ പഠിക്കാനാണ്. ഇപ്പോൾ പൈത്തണിലോ ജാവയിലോ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ കോഡ് എഴുതാൻ പഠിക്കാൻ. അപ്പം ഇന്ന് എങ്ങനെ ലൈക്ക് ChatGPT ഡാലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും AI ടൂളുകൾ ഉപയോഗിച്ച് കുറച്ചും കൂടി നല്ല രീതിയിൽ കോഡ് എഴുതിപ്പിക്കാൻ പഠിക്കാനും ഉള്ള ഒരു കാര്യമുണ്ട്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ മേഖലയുണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഇനിയുള്ള ഒരു കാലത്ത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട്? അതായത് ഈ കോഡ് എഴുതാൻ പഠിക്കുക എന്നുള്ളതിന് ഇനിയും പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കോഡ് എഴുതുക എന്നുള്ളത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവിങ് അല്ലേ. നമ്മൾ മുമ്പിലൊരു പ്രോബ്ലം തരികയാണ്, ആ പ്രോബ്ലത്തെയാണ് നമ്മൾ കോഡിലൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതിനപ്പുറം പ്രോഗ്രാമിംഗ് ആസ് സച്ച് അല്ലെങ്കിൽ കോഡിങ് ആസ് സച്ച് എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്കിൽ സെറ്റാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രോബ്ലം സോൾവിങ് ആക്ച്വലി പഠിക്കുന്നതിലൂടെയാണ്, ഈ കോഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ അത് നമ്മുടെ ഇന്ന വേ എന്താ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ അറിയോ ഇല്ല എന്നുള്ളതാണ് ഈ കോഡിങ്ങിലൂടെ ഉള്ളൊരു സംഭവം എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ആ ലോജിക്ക് കോഡിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് എന്നുള്ളതിനപ്പുറം അത് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ലോജിക്ക് ഉണ്ട്. ആ ലോജിക്ക് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ചൊരു പ്രോംപ്റ്റിംഗ് സ്കില്ല് കൂടി നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഡിങ്ങിന് പ്രസക്തി ഇല്ലാതായിട്ടൊന്നുമില്ല. കോഡിങ് എന്നുള്ളത് ഒരു ബാഡ് സ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതില്ലാത്തൊരു സാധനമല്ല. പക്ഷേ ഒരു നോർമൽ കോഡിങ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. കോഡിങ് ഈസ് എ വെരി എസെൻഷ്യൽ സ്കിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇപ്പം ഒരു കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടേമാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്തെ പോലെ ഒരു ചെറിയ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം AI ഉപയോഗിക്കുന്നതിന് പകരം ഒരു വലിയ ടാസ്ക് ഓട്ടോമാറ്റിക് ചെയ്യാനൊക്കെ മുഴുവൻ ചിന്തിച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയുള്ള ഒരു കാലത്ത് ഈ കുട്ടികൾ ശരിക്കും ഇപ്പം പഠിച്ചു വരുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കരിയറിനൊക്കെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാർക്ക് എന്താണ്? നമ്മളിപ്പോഴും ഒരു AGIയുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് ഈ AGI എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയും നമ്മളിപ്പോൾ ഒരു ANI ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിലാണുള്ളത്. എന്ന് വെച്ചാൽ എന്താ, നേരത്തെ ഇപ്പോൾ ശ്രീറാം പറഞ്ഞതുപോലെ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാം. ഇപ്പോൾ ആ ഒരു കേപ്പബിലിറ്റി ഇപ്പോഴും നമ്മുടെ ഒരു AI എക്കോസിസ്റ്റത്തിനുള്ളൂ. ഇപ്പോൾ ChatGPT ജെമിനിയൊക്കെ എന്തായിരുന്നു, നിങ്ങൾക്ക് ഒന്നുകിൽ ഇമേജ് തരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്സ്റ്റ് ചോദിച്ചാൽ ഒരു ടെക്സ്റ്റുവൽ ഉത്തരം തരുന്നു, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അപ്പുറത്തൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനപ്പുറത്തുള്ള ഒരു ലോകത്തോട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇപ്പോൾ AI ബിരിയാണി വെക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ രാവിലെ എണീറ്റു, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഒരു മൂഡില്ല, ഒരു ബിരിയാണി വെക്കാൻ പറഞ്ഞു. ആ ബിരിയാണി വെക്കാൻ പറയുമ്പോൾ ബിരിയാണി ഉണ്ടാക്കി തരാൻ
പറ്റുന്നൊരു AI, എന്താ ആവശ്യത്തിന് അരിയും ആവശ്യത്തിന് നെയ്യും ആവശ്യത്തിന് സംഭവമൊക്കെ എടുത്തിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്നൊരു AI ആണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. ആ ഒരു ഫേസിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല, അങ്ങോട്ടുള്ള വഴിയിലാണെന്നൊക്കെ സാം ആൾട്ട്മാനൊക്കെ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. എന്നെത്തും എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് വന്നാൽ എന്താകും? അപ്പോൾ അവിടെയാണ് കുറച്ചുകൂടി ഒരു സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ നാരോ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഒരു നേഴ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഒരു പ്ലംബറെ നമുക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ഇലക്ട്രിക്കൽ ഇങ്ങനത്തെ റോബോട്ടുകളൊക്കെ ഇറങ്ങി കുറെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. അതായത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു കാര്യങ്ങൾ കെയർ ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്കൊരു മരുന്നെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അയാളുടെ ഒരു ഇഞ്ചക്ഷൻ വെക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്. ആ നേഴ്സ് ആ ഒരു രോഗിയുമായി ഉണ്ടാക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനിലാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്, അവരുടെ എന്താ പറയാ, അവരെ വളരെ എമ്പതിയോട് കൂടിയിട്ട് അവരൊരു കരുണയോട് കൂടി കാണുന്നിടത്താണ് ഇത് നിൽക്കുന്നത്. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഒരു ഡോക്ടർ ഇന്നത്തെ കാലത്ത് മേ ബി ഒരാൾക്കൊരു ക്യാൻസർ ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ ഒരു മെഷീന് പറ്റുമായിരിക്കും, ഒരു സ്കാനിങ്ങിലൂടെ ഒരു മെഷീന് പറ്റുമായിരിക്കും. പക്ഷെ അത് വളരെ എമ്പതിയോട് കൂടിയിട്ട് എന്താ പറയാ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അസുഖമുണ്ട്, പക്ഷെ നിങ്ങൾ വറി ചെയ്യണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ശരിയാക്കാം എന്നൊരു ആ ഒരു ഹ്യൂമൻ ടച്ച് എന്നുള്ളത് വളരെ, ഏത് രീതിയിലുള്ള ഒരു ഡോക്ടറെയാണ് നമുക്ക് വേണ്ടത്? നമുക്ക് ഇങ്ങനത്തെ ഒരു മെഷീൻ അല്ല വേണ്ടത്, നമുക്ക് ഇങ്ങനത്തെ ഒരു ഡോക്ടറെയാണ് വേണ്ടത്, അല്ലേ? ശരിയല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ ലോയുടെ ഒരു കേസിലോട്ട് വരികയാണ്. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് 1955 കോടതി ഇന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 65 പറഞ്ഞു. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്, ഇതൊക്കെ പഠിച്ചിട്ടാണ് ഒരു വക്കീല് കോടതിയിൽ പോകുന്നത്. പക്ഷേ ഇന്ന് ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. ചാറ്റ് GPT ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈസിലി പഠിക്കാൻ പറ്റും. പക്ഷേ രണ്ട് ആളുകൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ അത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെടുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹ്യൂമൻ സ്കില്ലാണ്. ഈ ഹ്യൂമൻ സ്കില്ലിനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വാല്യൂ കൂടുതലുള്ളത് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നാരോ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് വളരെ എക്സ്ട്രീംലി സ്കിൽഡ് ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഏതെങ്കിലും രീതിയിൽ. രണ്ടാമത്തെ നമുക്ക് ഈ ഒരു ഹ്യൂമൻ സ്കിൽസ്, ഒരു റിയൽ വേൾഡ് സ്കിൽസ് ഉണ്ടാവുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് നമ്മളെ ആസ് എ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, വ്യതിരിക്തനാക്കുന്നത്. അപ്പോൾ ഒരു AGI എന്നൊക്കെ പറയുമ്പോൾ മേ ബി ആ ഒരു ഇമോഷണൽ എലമെൻറ്റ് കൂടിയൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമോ? അതല്ല ഒരു ടാസ്ക് ബേസ്ഡ് മാത്രമാണോ? ഒരു ടാസ്ക് ബേസ്ഡ് മാത്രമാണെങ്കിൽ അവിടെ വീണ്ടും മനുഷ്യൻ്റെ ആവശ്യം വരും. അതായത് ഇതിലൊരു പാരഡോക്സ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതിലൊരു വൈരുദ്ധ്യാത്മകത, അതായത് മനുഷ്യൻ ടെക്നോളജിക്കലി പുരോഗമിക്കും തോറും മനുഷ്യന് മാത്രമാവുന്ന സ്കിൽസ് ചിലതുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകുമുണ്ടാവുന്ന സ്കില്ല്, ആളുകൾ മോട്ടിവേറ്റഡ് ആവുക, ആളുകൾ നല്ല ലീഡേഴ്സായി മാറുക, ഇതിന് ഭയങ്കര വാല്യൂ കൂടി വരും. അത് ഭയങ്കര റയറായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് റയറായി മാറുന്നതിലപ്പുറം ഇതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. അതായത് വേൾഡ് എക്കണോമിക് ഫോറം അവർ ഓരോ 2 വർഷം കൂടുമ്പോൾ ഒരു ഫ്യൂച്ചർ ഓഫ് ജോബ്സ് എന്നുള്ള റിപ്പോർട്ട് പുറത്തിറക്കും. ഈ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ടിൽ അവർ ഇത്തവണ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ എംപ്ലോയീസിൽ നോക്കുന്ന ഏറ്റവും ടോപ്പ് സ്കിൽസ് എന്താണ് എന്ന് പറയുന്നുണ്ട് 2025. അപ്പോൾ അതിൽ ടെക്നോളജിക്കൽ ലിറ്ററസി എന്നുള്ളത് നമ്പർ 6 ആണ്. ഇത് ടെക്നോളജിക്കലി കാര്യങ്ങൾ അറിയുക എന്നുള്ളത് നമ്പർ 6 ആണ്. ഫസ്റ്റ് സ്കില്ല് അനലിറ്റിക്കൽ തിങ്കിങ് ആണ്. രണ്ടാമത്തേത് അഡാപ്റ്റബിലിറ്റി, റെസിലിയൻസ് ആണ്. പിന്നെ വരുന്നത് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. പിന്നെ വരുന്നത് ലീഡർഷിപ്പ് ആണ്. പിന്നെ വരുന്നത് സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് അവയർനെസ് എന്നുള്ള ഇങ്ങനെ കുറേ സംഭവങ്ങളാണ്. അതൊരു ടോപ്പ് 5 സ്കിൽസും വരുന്നത് എന്താ, ഒരു സ്കില്ലുകളല്ല, ടെക് സ്കില്ലുകളല്ല, അതിനേക്കാളും, അല്ലെങ്കിൽ ഒരു ഹാർഡ് സ്കിൽസ് അല്ല, അതിനേക്കാളും അപ്പുറം എന്താണ്, ഒരു പേഴ്സണൽ സ്കിൽസ് ആണ്, അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫിൽ നമുക്ക് വേണ്ട സ്കിൽസ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു ANIയും AGIയും ഒക്കെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യനെ സർവൈവ് ചെയ്യാൻ പ്രാപ്തനാക്കുക, എൻ്റെ അഭിപ്രായത്തിൽ മേ ബി കോഡിങ് സ്കില്ലിനേക്കാളും എന്തായിരിക്കും, ഇങ്ങനത്തെ ഒരു ലെവൽ ഓഫ് സ്കിൽ സെറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും. മറ്റത് വേണ്ടെന്നല്ല, മറ്റേ നമ്മൾ വരികയാണെങ്കിൽ എബോവ് ആവറേജ് ആയിട്ട് നമുക്ക് അതിൽ പെർഫോം ചെയ്യാൻ സാധിക്കും വേണം. നമ്മളിപ്പോൾ AI കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷെ ഇപ്പം AI എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. ഇപ്പം ലൈക്ക് AI നിറഞ്ഞു കഴിഞ്ഞു ഇവിടെ. അപ്പം ഇനി ഈ AI കഴിഞ്ഞ് അടുത്ത് വരാൻ പോകുന്ന ഇപ്പം ക്വാണ്ടം കമ്പ്യൂട്ടിങ്, അതേപോലെ തന്നെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം വരുന്നുണ്ടല്ലോ. അപ്പം ഇനി വരാൻ പോകുന്ന അങ്ങനെയുള്ളൊരു കാര്യം എന്തായിരിക്കും ശരിക്കും? ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ AI നിറഞ്ഞു കഴിഞ്ഞെന്ന് പറയുമ്പോഴും നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ നമ്മളിപ്പോഴും എത്തിയിട്ടുള്ളൂ. ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിലോട്ട് പോലും നമ്മൾ എത്തിയിട്ടില്ല. ആക്ച്വലി 1940s നമ്മൾ AI കുറിച്ച് വളരെ സീരിയസ് ആയിട്ട്
ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. മറ്റൊരു ഇമിറ്റേഷൻ ഗെയിം എന്ന് പറഞ്ഞൊരു ഒരു ഫിലിമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ അവിടെ നിന്നാണ് നമ്മളൊരു ആ കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ എനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. ആ 1940s ഇതിപ്പോൾ നമുക്ക് തോന്നുകയാണ് എന്ത് നമുക്ക് വളരെ പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ചാണെന്നുള്ളത്. പക്ഷേ കഴിഞ്ഞൊരു 70-80 വർഷത്തെ റിസർച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മളെ ആക്ച്വലി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതെ അതെ. അപ്പം നമ്മുടെ ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഡിസ്റപ്ഷനാണ്. പെട്ടെന്നൊരു സംഭവം വരും. ആ വന്ന സംഭവത്തിന്റെ പിന്നിൽ മേ ബി പതിറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ അധ്വാനം ഉണ്ട് എന്നുള്ളതാണ് അതിലെ വാസ്തവം എന്നുള്ളത്. അപ്പോൾ ഈ എയിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രോഗ്രസ് ചെയ്യാനുണ്ട്. എ തന്നെ നമുക്ക് അപ് ടു നെക്സ്റ്റ് ലെവൽ ഒരു സ്കെയിലിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ AI ഈ സംഭവങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് GPUs വേണം, ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് വേണം. എനോമസ് എമൗണ്ട് ഓഫ് ഹീറ്റാണ് ഈ GPUs പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭയങ്കര എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് പറയുന്നത് ChatGPTയിൽ നമ്മൾ സോറി ലൈക്ക് താങ്ക് യു ഒന്നും പറയരുത്, കുറെ എനർജി പോകുന്നുണ്ട്. എനർജി പോയി യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ അതിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്കറിയാം ഈ സെർവേഴ്സും GPUs ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ എർത്തിന്റെ ഗ്ലോബൽ വാർമിങ്ങിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പവർ ചെയ്യാനുള്ള എനർജി നമുക്ക് ഉണ്ടോ എന്ന് സംശയമാണ് ഗോയിങ് ഫോർവേഡ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സെർവേഴ്സും GPUs ഒക്കെ വലിയ വലിയ ആർട്ടിക് റീജിയണിൽ കാരണം ഇത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇത് കൂളയും വേണം. ഇത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ മഞ്ഞുമലകൾക്കടിയിലൊക്കെയാണ് പലതും എന്ത് ചെയ്തിട്ടുള്ളത് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ചാലഞ്ചസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സുന്ദർ പിച്ചൈ ഒരു ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പുള്ളി പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവരുടെ TPUs എന്ന് പറഞ്ഞാൽ ഈ ഗൂഗിളിൻ്റെ ഇവരുടെ സെർവേഴ്സ് അല്ലെങ്കിൽ ഈ AI പ്രോസസ്സിംഗ് ഉള്ള ചിപ്പുകളുണ്ട്, ഇതുവരെ ഔട്ടർ സ്പേസിലോട്ട് അയക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത്. അതായത് അവിടെ ഹോസ്റ്റ് ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ചാൽ സോളാർ എനർജി ഉപയോഗിക്കാമല്ലോ. ഈ പറഞ്ഞ ഹീറ്റിംഗ് കുറെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പൊ അതിന് 2027 അവർ 2 പ്രോട്ടോടൈപ്പ് സാറ്റലൈറ്റ്സ് ഒരു കമ്പനിയുമായി ചേർന്നിട്ട് അങ്ങോട്ട് വിടുകയാണ്. അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, ഒരുപാട് രസകരമായിട്ടുള്ള ചാലഞ്ചസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഇനിയും സോൾവ് ചെയ്യേണ്ടതുണ്ടാണ്. ഡെഫിനറ്റ്ലി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇതൊക്കെ ഇനിയും ഒരുപാട് റിസർച്ചുകൾ നടക്കേണ്ട റിസർച്ചുകൾ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡുകളാണ്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്നുള്ളതൊക്കെ അതിനൊക്കെ പവർ ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി AI തന്നെയാണ്. അപ്പോൾ AI തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ദർ ആർ ഇനഫ് ചാലഞ്ചസ് എന്നുള്ളതാണ് ഞാൻ പറയാം. ഓക്കെ, ഒരുപാട് ടെക്നിക്കൽ എലമെൻസിനെ കുറിച്ചൊക്കെ ഇപ്പോൾ സാർ നമ്മൾ പറഞ്ഞു തന്നു. ഇനി എല്ലാവർക്കും കേൾക്കേണ്ട ഒരു വിഷയം, പഠിക്കുന്നത് നിങ്ങളുടെ കരിയറിനെ എങ്ങനെ ലൈക്ക് അവരുടെ കരിയറിനെ എങ്ങനെ ബാധിക്കും, അതേപോലെ അവർക്ക് എങ്ങനെ ഒരു സാലറി ഹൈക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെ എഫക്റ്റ് ചെയ്യും, അതേപോലെ തന്നെ ഇനിയൊരു 2030 ആകുമ്പോഴത്തേനും അവർ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്കില്ലുകൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം AI എന്താണ് നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഡക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിക്ക് അതുകൊണ്ട് ലാഭമാണോ നഷ്ടമാണോ? ഷുവറായിട്ടും ലാഭമാണ്. നിങ്ങളൊരു 3 ആളുടെ പണി ഒരാളുടെ പണിക്ക് പകരം 3 ആളുടെ പണി നിങ്ങൾ എടുക്കാൻ റെഡി ആയാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ഇരട്ടി ശമ്പളമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. പക്ഷെ അതിന് റെഡി ആവണം എന്നുള്ളതാണ്. അപ്പോൾ ആ ലെവൽ ഓഫ് ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇമെയിൽ വരുന്നു, അപ്പോൾ നമുക്കൊരു ദിവസം ഒരു 100 ഇമെയിൽ വരുന്നെങ്കിൽ ഇത് നമുക്ക് മേ ബി ഒരു LLM കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് സമ്മറൈസ് ചെയ്ത് എടുക്കാം. അത് നമ്മുടെ ജോബിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്ററാണെന്ന് വിചാരിക്കുക, നമ്മളിപ്പോൾ ഒരു ആഡ് കോപ്പി അയച്ച് ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു 50 എണ്ണം നമുക്ക് ഉണ്ടാക്കിയിട്ട് 50 എണ്ണം എഡിറ്റ് ചെയ്തിട്ട്, കാരണം എഡിറ്റ് ചെയ്യാനും നമുക്ക് ഒരുപാട് ആളുകളുടെ ആവശ്യം ഉണ്ടായിക്കോളും. നമുക്ക് ഒരുപാട് ടൂളുകളുണ്ട്. ഒരു 50 ആഡ്സ് നമുക്ക് റൺ ചെയ്ത് പെട്ടെന്ന് ഔട്ട്പുട്ട് എടുത്ത് ഏത് ആഡാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരുപാട് പണം ആക്ച്വലി എന്താണ് ലാഭമാണ്. അപ്പോൾ എവിടെയും ഓട്ടോമേറ്റ് ചെയ്യപ്പെടാവുന്ന ഒരുപാട് ടാസ്കുകളുണ്ട്. AI ഉപയോഗിക്കാവുന്ന നമ്മുടെ വർക്കിലൂടെ എളുപ്പമാക്കാവുന്ന ഒരുപാട് ടാസ്കുകളുണ്ട്. അതിനെ സ്മാർട്ടായിട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വേൾഡിനെ കുറിച്ച് അറിയണം, ഇതിന് എന്തൊക്കെ കേപ്പബിലിറ്റി ഉണ്ടെന്ന് അറിയണം. അപ്പോൾ AI ലിറ്ററസി എന്നുള്ളത് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതില്ലാത്ത ഒരാൾ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ അതെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും എന്താ പറയുക, ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റെസ്യൂമിലൊക്കെ നമ്മൾ മറ്റേ വേർഡ് അറിയാം, പവർ പോയിന്റ് അറിയാം എന്നൊക്കെ പറഞ്ഞ പോലെ ഇനി AI അറിയാം എന്ന് നമ്മൾ ഇടേണ്ടി വരില്ല. അത് അത്രയും ഒരു ക്ലീശേ സംഭവമായിട്ട് മാറും. പക്ഷെ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. വീണ്ടും നമുക്ക് വേണ്ടൊരു സ്കിൽസിലോട്ട് 2030 വേണ്ടൊരു സ്കിൽസിലോട്ട് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് നമുക്ക് വേണ്ട സ്കിൽസ് ടെക്നോളജി എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു AI ഈ പ്രോംപ്റ്റിങ്ങും അതേപോലെ AI ടൂൾസ് എന്താണെന്നുള്ളതും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം. പക്ഷേ അത് നമ്മൾ ഇനേബിൾ ചെയ്യുന്ന എന്താണ്, ഒരു പുതിയൊരു കാര്യം വന്നാൽ പഠിക്കാനുള്ള സ്കില്ല് നമുക്ക് വേണം. ഒരു പുതിയൊരു കാര്യം എങ്ങനെ പഠിച്ചെടുക്കാം, അതൊരു മൈൻഡ് സെറ്റാണ്. ആ ഒരു മൈൻഡ് സെറ്റ്
നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. ആ മൈൻഡ് സെറ്റാണ് നമ്മളെ അൾട്ടിമേറ്റ്ലി ലൈഫിൽ ഇനേബിൾ ചെയ്യുന്നൊരു കാര്യം എന്നുള്ളത്. ഒരു പുതിയ കാര്യം വന്നാൽ അതിനോട് പുറംതിരിഞ്ഞിക്കണോ അതോ പഠിച്ചെടുക്കാനുള്ളൊരു ഇതുണ്ടോ, അതോ ഞാനിപ്പോൾ പോകുന്ന പോലെ പോവുള്ളൂ എന്നുള്ളൊരു സംഭവം. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ വീണ്ടും ഹ്യൂമൻ സ്കിൽസാണ്. അതായത് ഒരു ഡിഷ് എടുക്കാനുള്ള കഴിവ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 50 ആഡ്സ് നിങ്ങൾക്ക് ഒപ്പം റൺ ചെയ്തിട്ട് ഏതാണ് റൈറ്റ് എന്ന് ജഡ്ജ് ചെയ്യേണ്ടത് ആരാണ്? അതൊരു പക്ഷേ നിങ്ങളായിരിക്കും, അത് ആയിക്കോളണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, അതേപോലെ തന്നെ ഒരു അഡാപ്റ്റബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസിലിയൻസ്, നമുക്ക് ഒരു ലൈഫിലുള്ള സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഇതിനോട് എന്ത് ചെയ്യാം, നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അനലിറ്റിക്കൽ തിങ്കിങ്, എൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ട ഒരു സംഭവം അതാണ്. അതായത് നമ്മളെല്ലാ കാര്യത്തിനും ടൂൾസ് ഉപയോഗിച്ച് നമ്മളതിൽ വളരെ ഒരു ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമോ എന്നുള്ളത് നമ്മൾ ശരിക്കും പേടിക്കണം. നമ്മൾ ഡംബാക്കുമോ എന്നുള്ളത് പേടിക്കണം. കാരണം ഒരു മനുഷ്യനെ കാരണം മെഷീൻസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ത് തന്നെയാണ്? ഈ ചിന്തിക്കാനുള്ള കഴിവ് തന്നെയാണ്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഒരു അനലിറ്റിക്കൽ തിങ്കിങ് സ്കിൽ, ഈ സ്കിൽസാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മളെ സർവൈവ് ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുക. കാരണം മനുഷ്യൻ അത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും ഈ ലെവൽ ഓഫ് സ്കിൽസ് തന്നെയാണ്. ഇതിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഒരു ടെക്നോളജിക്കൽ സ്കിൽസിന് പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഒരുപാട് പേരും ഇപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകളായിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് അടുത്തത്. അതായത് ഇപ്പം ഒരു റെസ്യൂമേ മാത്രം മതിയോ, അത് അവർ ചെയ്ത പ്രോജക്റ്റുകളുടെയൊക്കെ ഒരു അവർ ചെയ്ത പ്രോജക്റ്റുകൾ അത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ലിങ്ക്ഡിൻ അതേപോലെ ഗിറ്റ്ഹബ് പ്രൊഫൈലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്നും? അതായത് റെസ്യൂമേ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു റെസ്യൂമേ എടുത്ത് വായിക്കുമ്പോൾ തന്നെ ഇത് കുറേ തള്ളാണെന്നുള്ളത് നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. ഓക്കെ, കാരണം ഭയങ്കര ക്ലീശ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ ഞാനൊരു ഒരു റെസ്യൂമേ കാണുമ്പോൾ ഐ ആം സ്മാർട്ട്, ഐ ആം ഹാർഡ് വർക്കിംഗ്, ഐ ആം പ്രൊഫഷണൽ, ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്. ലൈക്ക് വാട്ട് പ്രൂവ്സ് യു ആർ സ്മാർട്ട്, വാട്ട് പ്രൂവ്സ് യു ആർ ഹാർഡ് വർക്കിംഗ്, വാട്ട് പ്രൂവ്സ് യു ആർ പ്രൊഫഷണൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റെസ്യൂമിൽ നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കൊടുക്കുമ്പോൾ ആ പ്രൊജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ പറയാനുള്ള വിവരവും എന്ത് വേണം, നമുക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ റെസ്യൂമേ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഗിറ്റ്ഹബ്, ഒരാൾക്കൊരു ഗിറ്റ്ഹബ് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് അയാളുടെ റെസ്യൂമേ. അയാൾ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാൾക്കൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് കൈൻഡ് ഓഫ്, ഇപ്പോൾ ഞാനൊക്കെ ഒരാളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം നോക്കുക, ഞാൻ മാത്രമല്ല ഏതൊരു റിക്രൂട്ടേഴ്സും പൊതുവെ നോക്കുക അയാളുടെ ലിങ്ക്ഡിൻ ആയിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. പക്ഷേ ഈ എഴുതിയതിനൊക്കെ അപ്പുറം ഇതൊരു റിയൽ ലൈഫ്, ഒരു റിയൽ വേൾഡ് പ്രൊജക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, ഒരു പോർട്ട്ഫോളിയോ ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ലിങ്ക്ഡിനും ഈ പറഞ്ഞതുപോലെ ഒരു റെസ്യൂമേയുടെ ഡിജിറ്റൽ വേർഷനാണ്. പലതും തള്ളുകളാണ്. നമ്മൾ ലിങ്ക്ഡിനെ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പലതും ചാറ്റ് ജി പി ടി ജനറേറ്റ് ചെയ്യുന്ന പോസ്റ്റ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, ID ഒറിജിനലാണെങ്കിൽ. പക്ഷേ ഇതിങ്ങനെ പോസ്റ്റ് ഇടാൻ വേണ്ടി പോസ്റ്റ് ഇടുന്നതും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് ആളുകൾക്ക്, ഒരു ടാലൻ്റ് ആയിട്ടുള്ള ഒരു HR പ്രൊഫഷണൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഒരു റിയൽ വേൾഡ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് എല്ലാവരും നോക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് പരിചയമുള്ള ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ പ്രൊജക്റ്റ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സംഭവം. മീനിങ് ഫുൾ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലെന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടോ, അതല്ല എന്തെങ്കിലുമൊക്കെ കോപ്പി അടിക്കുകയാണോ ചെയ്തത്. ഇതൊക്കെയാണ് ബേസിക്കലി ആളുകൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു വർക്ക്, ഇപ്പോൾ നമ്മൾ ഞാൻ ഓർത്ത് ശ്രീരാമനോട് അങ്ങോട്ട് ചോദിക്കാം, ശ്രീരാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ ശ്രീരാം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 2-3 ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസ് എന്തെല്ലാം ആയിരിക്കും? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബോസ് ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ താഴെ വർക്ക് ചെയ്യാൻ ഒരാളെ ഹയർ ചെയ്യുകയാണെങ്കിൽ എന്തോ ആവട്ടെ, ശ്രീരാമ കാണുന്ന ഒരു ക്വാളിറ്റി, അവരിൽ നോക്കുന്ന ഒരു ക്വാളിറ്റി എന്തായിരിക്കും? ടെക് മേഖലകളായതുകൊണ്ട് നമുക്ക് കുറച്ച് ടെക്നിക്കൽ സ്കിൽ വേണമെന്ന് ആഗ്രഹിക്കാം. പിന്നെ ഒരു ടീം വർക്ക്, എപ്പോഴും ടീമിൽ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളായിരിക്കണം. പിന്നെ നമുക്ക് എൻ്റെ സീനിയർ പേഴ്സൺസ് ആണെങ്കിൽ എപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം അതാണ്. അതെ, ഇപ്പോൾ പറഞ്ഞു എന്താ ടെക് എന്നുള്ളത് ബേസിക്കലി ഒരു എസെൻഷ്യൽ സ്കില്ലാണ്. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും, റൈറ്റ്? ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു. ഈ ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ ഒരാളിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുക? ഒരാൾ ഇൻ്റർവ്യൂ നടത്തിയിട്ട് മാത്രം തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അയാളൊരു പ്രൊജക്റ്റിൽ മേ ബി ഒരു 3-4 ആൾക്കാരുടെ കൂടെ കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള സാധനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കും, അല്ലേ? അയാളുടെ റെസ്യൂമിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കും, അല്ലേ? അപ്പോൾ അത് വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നോക്കുന്നത് ടെക്നിക്കൽ സ്കില്ലിനേക്കാളും അപ്പുറം നമ്മൾ പലപ്പോഴും നോക്കുന്നത് എന്താണ്? ഒരാളിവിടെ അവനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, അവൻ ട്രൈ ചെയ്യുമോ, അറ്റ്ലീസ്റ്റ് ആ ട്രൈ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് അവനുണ്ടോ, അവന് ടീമുമായിട്ട് ജെല്ല് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്, അല്ലേ? നമ്മളെല്ലാവരും നോക്കുന്നത് അതാണ്. അതാണ് ആ പ്രോജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലേ? അതെ, ആ പ്രൊജക്റ്റ്, അതാണ് ഈ പ്രൊജക്റ്റിലൂടെ നമ്മൾ ഏൺ ചെയ്യുന്നത് എന്താണ്. ഈ പ്രൊജക്റ്റിലൂടെ ഏൺ ചെയ്യുന്ന ഈവൻ ടെക്നിക്കൽ സ്കില്ല് പോലും ആയിക്കൊള്ളുന്നില്ല. ആ ടെക്നിക്കൽ സ്കില്ലിനപ്പുറം നിങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ?
ഈ സ്കില്ല് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അപ്പ് സ്കില്ലിങ്ങിനെ കുറിച്ച് ഇപ്പോൾ എൻട്രി ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ പല ആളുകൾ ഒരുപാട് കോഴ്സ് നടത്തുന്നുണ്ട്. ഇപ്പോൾ കോഡിങ് നമുക്കൊരു 6 മാസം കൊണ്ട് പഠിപ്പിക്കാം, അല്ലെങ്കിൽ പൈത്തൺ പഠിപ്പിക്കാം, ഫ്ലട്ടർ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എംപ്ലോയേഴ്സ് നോക്കുന്ന ഒരു ടോപ്പ് 5 സ്കിൽസ് എന്താണ്? അനലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ റെസിലിയൻസ്, ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ റെസിലിയൻസ് എവിടെയെങ്കിലും നമുക്ക് 3 മാസം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി നമുക്ക് 3 മാസം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമോ? അനലിറ്റിക്കൽ തിങ്കിങ് നമുക്കൊരു 4 മാസം കോഴ്സായിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് എവിടുന്ന? നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ് ഈ സ്കിൽസ് എന്നുള്ളത്. ഇതെങ്ങനെ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ കിട്ടുക. വെറുതെ നമുക്ക് ഒരു അനലിറ്റിക്കൽ തിങ്കിങ് ഉണ്ടാവില്ല, വെറുതെ റെസിലിയൻസ് ഉണ്ടാവില്ല. നമ്മുടെ കോളേജിൽ എന്തെങ്കിലും പ്രൊജക്റ്റിനെ ഇറങ്ങിത്തിരിക്കും, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റോഡ് ബ്ലോക്ക് വരും, അപ്പോഴാണ് നമുക്ക് റെസിലിയൻസ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് ചിലപ്പോൾ ആവശ്യത്തിന് റിസോഴ്സ് ഉണ്ടാവില്ല, അപ്പോഴാണ് നമ്മൾ അഡാപ്റ്റബിൾ ആയി മാറുന്നത്, അപ്പോഴാണ് നമ്മൾ ക്രിയേറ്റീവ്ലി തിങ്ക് ചെയ്യുന്നത്. ശരിയല്ലേ? ഇതൊക്കെ ഇങ്ങനെ നമ്മളൊരു റിയൽ വേൾഡ് പ്രൊജക്റ്റിലൂടെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത സ്കിൽസ് ഈ പറഞ്ഞ ഈവൻ പ്രൊജക്ട് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പോട്ടെ, നമ്മളൊരു ടെക്നിക്കൽ പ്രോജക്റ്റ് ആവണ്ട. ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഒരു ഈവെന്റ് നടക്കുന്നുണ്ട്, ഒരു 1000 ആൾക്കാർ പങ്കെടുക്കുന്ന ഈവെന്റ് ആണെന്ന് വിചാരിക്കുക. ഈ 1000 ആൾക്കാർ പങ്കെടുക്കുന്ന ഈവെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ നമ്മൾ നോക്കേണ്ടി വരും? ഇവർക്കുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കേണ്ടി വരും, അതിൻ്റെ ഒരു മീഡിയ നോക്കേണ്ടി വരും, അതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കേണ്ടി വരും, അവിടെ വരുന്ന ആൾക്കാർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്യേണ്ടി വരും, അവിടെ വരുന്ന ആളുകൾക്കുള്ള ചിലപ്പോൾ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്? ഒരു റിയൽ വേൾഡ് സ്കില്ലാണ്. ഇത് ആ ഒരു കോൺഫറൻസ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് നമ്മൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടാവും. അതിന് റെഡി ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ പോലും അറിയാതെ കുറേ സ്കില്ല് അവർ ആർജിച്ചെടുക്കും. ഇതൊന്നും റെഡി അല്ലാതെ അതൊന്നും നമുക്ക് വേണ്ടാന്ന് വിചാരിക്കുന്ന ആളുകളോ അവരവിടെ അതേപോലെ നിൽക്കും. അവർ എന്താ പറയുക, ഇതൊന്നും പ്രത്യേകിച്ച് ഒരു കോൺഫറൻസ് നടത്തി എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഒന്നും ആഡ് ചെയ്യണില്ല എന്നാണ് അവർ ചിന്തിക്കുക. പക്ഷേ ആക്ച്വലി അവരുടെ സ്കിൽസോ കൂട്ടുന്നത് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ റിയൽ വേൾഡ് സ്കിൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി സ്കിൽസൊക്കെ നമുക്ക് ഒരു പ്രായത്തിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു സ്കില്ലൊക്കെ നമുക്ക് ഈ യങ് ഏജിലായിരിക്കും നമുക്ക് എപ്പോഴും ഒരു കോളേജ് പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പിലൂടെ ഒക്കെ നമുക്ക് പലതും ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ കുറേ ആളുകളുണ്ട്, ഇപ്പം ഒരു എഞ്ചിനീയറിംഗ് ബിരുദത്തിലേക്ക് കയറി അല്ലെങ്കിൽ ഒരു ഡിഗ്രിയിലേക്ക് കയറി, അവർ ശരിക്കും ഈ കോഡിങ്ങിലെ അല്ലെങ്കിൽ ടെക്നിക്കൽ ഏതെങ്കിലും കോഴ്സൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അവരിതിൽ പാഷനേറ്റ് ആണോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ടാവും? അതെ അതെ അതെ. ഈ പാഷൻ എന്നുള്ളത് ഭയങ്കര ഒരു മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്താണ് ഈ പാഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ പാഷൻ എന്ന് വിളിക്കുക. ശ്രീറാം എന്താ പഠിച്ച്? ഞാൻ MSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത്. ഒരു 14-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻ്റെ ഏരിയ എന്നുള്ളൊരു ധാരണ ശ്രീരാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് ചെറുപ്പത്തിൽ മുതലേ ആ ഒരു കമ്പ്യൂട്ടർ സയൻസ് ശരിക്കും എനിക്ക് ബിടെക് ആയിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. BSc മാത്സാണ് പഠിച്ചത്. ഞാൻ ഇലക്ട്രോണിക്സാണ് പഠിച്ചത്. എനിക്ക് ആകെ അറിയാവുന്ന ഒരു സംഭവം, +2 കഴിഞ്ഞപ്പോൾ എനിക്ക് എഞ്ചിനീയറിങ്ങിന് പോകണം, അതൊരു ഫിസിക്സും മാത്സും ഉള്ള സംഭവത്തേക്ക് പോകണമെന്ന് മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. എനിക്ക് ജെയ്ക്ക് നല്ല റാങ്ക് കിട്ടി, ഈവൻ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുമായിരുന്നു. ഞാൻ പേടിച്ചിട്ട് എടുത്തില്ല, കാരണം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് അത്രയും കാലം ഞാൻ പഠിച്ചിട്ടില്ല. കാരണം അന്ന് +2 ഈ ബയോളജി കോമ്പിനേഷൻ ഉള്ളത്, ഞങ്ങളുടെ നാട്ടിലൊന്നും കമ്പ്യൂട്ടർ സയൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു. ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തപ്പോൾ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ VLSI ഡിസൈൻ വരെ ഞാൻ എടുത്തു. അന്ന് എടുത്തു, അതായത് +2 കഴിഞ്ഞപ്പോൾ. അന്ന് ഈ VLSI ഡിസൈൻ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കോഴ്സിന്, എല്ലാ കോഴ്സിനും പോകുന്ന ഒരു 90% ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാഷൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ചില ആൾക്കാരുണ്ടാവും ചിലപ്പോൾ കോഡിങ് പാഷനേറ്റ് ആയിട്ടുള്ള, ചിത്രം വരെ പാഷനേറ്റ് ആയിട്ടുള്ള, ഡിസൈന് പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ആ ഒരു ഫസ്റ്റിൽ തന്നെ അതിനോടൊരു എക്സ്പോഷർ കിട്ടിയ ആൾക്കാരുണ്ടാവും. ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർക്കൊന്നും നമുക്ക് ഒരു എക്സ്പോഷറോ നമുക്ക് ഒരിക്കലും ചെറുപ്പത്തിൽ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഈ പാഷൻ എന്നുള്ളത് ആക്ച്വലി ഒരു US കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഉണ്ട്, കാൽ ന്യൂപോർട്ട് എന്നാണ് പുള്ളിയുടെ പേര്. ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ എഴുതിയ വളരെ മനോഹരമായ പുസ്തകമാണ്. നമ്മളെങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നതൊക്കെ പറഞ്ഞൊരു പുസ്തകം എഴുതിയ ആളാണ്. അപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, പാഷൻ ഈസ് എ സൈഡ് എഫക്റ്റ് ഓഫ് മാസ്റ്ററി എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്ത് അതിന് ബെറ്ററായി മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്, അത് പാഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു നാട്ടിലൊരു ഫുട്ബോൾ ക്യാമ്പ് തുടങ്ങിയെന്ന് വിചാരിക്കുക. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, കുട്ടികളൊക്കെ എല്ലാവരും വന്നാൽ ഫുട്ബോൾ ക്യാമ്പിൽ ചേരും. ശരിയല്ലേ? എന്താ ലക്ഷ്യം? എന്താ? ഫുട്ബോൾ കളിക്കണം. എന്നും ഫുട്ബോൾ ക്യാമ്പ് ആയതുകൊണ്ട് ഫുട്ബോൾ കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുട്ബോൾ ക്യാമ്പിൽ എത്തുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കളി വേറെയാണ്. എന്താണ് സാറ് പറയും, ഒരു ആദ്യം ദിവസം 10 റൗണ്ട് ഓടണം, പിന്നെ കുറേ എക്സസൈസ് ചെയ്യണം, പിന്നെ കുറേ പാസ് ഇട്ട് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തൊക്കെ പരിശീലിക്കണം, അവസാനം 5 മിനിറ്റേ കളിക്കുള്ളൂ. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അതിലൊരു 10-20 ആൾക്കാർ പോകും. ഒരു മാസം കഴിയുമ്പോൾ പകുതി ആൾക്കാരെ ബാക്കി ഉണ്ടാവുള്ളൂ. ഒരു വർഷം കഴിയുമ്പോഴേക്ക് ഒരു 20 ആളൊക്കെ 100-ൽ ബാക്കി ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഇത് നമ്മളെപ്പോഴും കാണുന്നൊരു സംഭവമാണ്. ഞങ്ങളൊരു കോഴ്സിലോട്ട് കടന്നു നോക്കൂ, ഒരു എൻട്രിയുടെ ഒരു കോഴ്സ് എടുത്താൽ ആദ്യം ചേരുന്ന എല്ലാവരും എൻഡ് വരെ ഉണ്ടാവുമോ? ഇല്ല, കുറേ ആളുകൾ അതിൻ്റെ ഇടയിൽ കൊഴിഞ്ഞു പോകും, അല്ലേ? പക്ഷേ ഒരു
ഫാക്റ്റ് ഉണ്ട്. എന്താണ്? ആ ലാസ്റ്റുള്ള 20 ആൾക്കാരുണ്ടല്ലോ, ആ 20 ആൾക്കാർ ബെറ്റർ ഫുട്ബോളേഴ്സ് ആയിട്ടുണ്ടാവും. അതെ അല്ലേ? അതെങ്ങനെയാണ്? അത് ഈ പ്രാക്ടീസിലൂടെ ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം 100 ആൾക്കാർ വരുന്ന ആൾക്കാർ അവരെല്ലാവരും ഫുട്ബോളിൽ പാഷനേറ്റ് ആയവരല്ല. അവർക്കൊരു ഇഷ്ടം, അവരുടെ മനസ്സിൽ എന്തുണ്ടെന്ന് ഒരു ഫാൻസി സംഭവം. കോഡിങ്ങിലോട്ട് വരുമ്പോഴേ അങ്ങനെ തന്നെ, ഈ കോഡിങ് എന്തോ ഒരു ഫാൻസി സംഭവമാണെന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരുണ്ടാവും. റൈറ്റ്? അതിൽ ചിലപ്പോൾ കോഡിങ് പഠിച്ചവരുണ്ടാവും, കോഡിങ് പഠിക്കാത്തവരും ഒന്നും അറിയാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ ആരാ ബെറ്ററായി വരിക? പ്രാക്ടീസ് ചെയ്ത് അവസാനം വരെ നിന്ന് ഇത് പ്രാക്ടീസ് ചെയ്ത് ഇത് അതിലുള്ള സ്ട്രഗിൾസ് ഉണ്ടാവും അല്ലേ, ഇതൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഇതിൽ ബെറ്ററായി വരിക. അവർ ശരിക്കും പാഷനേറ്റ് ആയിരിക്കും. കാരണം അവരുടെ മുമ്പിൽ നെക്സ്റ്റ് ലെവൽ ചാലഞ്ച് ഉണ്ടാവും. ഇപ്പോൾ ഫുട്ബോൾ അത്രയും കാലം പഠിച്ച ആൾക്ക് അയാൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് അയാൾക്ക് അറിയാം. മെസ്സിക്ക് അറിയാം ഞാൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുണ്ട്. CR7 അറിയാം എന്ത്, ഞാൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ആ ലെവലിലെത്തിയിട്ട് അവർക്ക് അറിയാം. കോഡിങ് അത്യാവശ്യം ചെയ്ത ഒരാൾക്കും അറിയാം എന്ത്, എനിക്ക് ഇനിയും പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ എനിക്കും ചെയ്യാൻ ഇനിയും ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് എന്നുള്ളത്. ഇതാണ് ഒരു മനുഷ്യനെ മാസ്റ്റർ ആക്കുന്നത്. അപ്പം നമ്മളൊരു വിഷയത്തിൽ ഇറങ്ങി പണിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളൊരു വിഷയത്തിൽ പാഷനേറ്റ് ആവാനും മാസ്റ്റേഴ്സ് ആവാനുള്ള ഒരു പരിഹാരം എന്നുള്ളത്. അങ്ങനെ എന്തും അത്യാവശ്യം എന്ത് കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ കോഡിങ് ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും അപ്സ്കില്ലിങ് സംഭവങ്ങളാവട്ടെ, ഇനി ഈവൻ നേരത്തെ പറഞ്ഞ പോലത്തെ സോഫ്റ്റ് സ്കിൽസ് ആവട്ടെ, ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് ഇറങ്ങി നമ്മൾ അതിൽ വർക്ക് ചെയ്യണം. ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നു, ശ്രീരാമൻ സംസാരിക്കുന്നു. നമ്മളാരും ചെറുപ്പത്തിൽ, ഇപ്പം ഞാനൊന്നും സ്കൂളിൽ ഒരിക്കലും ഒരു പ്രസംഗ മത്സരത്തിൽ ഒരിക്കലും സമ്മാനം കിട്ടാത്ത ഒരാളാണ്. എന്നെ കുന്തി തള്ളി പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു സ്കില്ലൊന്നും ചെറുപ്പത്തിൽ. പിന്നെ എങ്ങനെ കിട്ടിയത്? അതിങ്ങനെ കുറേ സംസാരിച്ച് പിന്നെ അതൊരു പ്രശ്നമല്ലാതെ ആയിട്ട് മാറി. ശ്രീരാമൻ അങ്ങനെ ആയിരിക്കും. അങ്ങനെ കുറേ സംസാരിച്ച് അല്ലെങ്കിൽ കുറേ നമ്മൾ അതിന്മേൽ വർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആ ഒരു സ്കില്ല് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആർക്കും ഈ സംഭവങ്ങളൊക്കെ പഠിച്ചെടുക്കാനും പറ്റും. ഒരു നോൺ കോഡിങ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾക്ക് കോഡിങ് പഠിക്കാൻ പറ്റും. ഒരു AI ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് AI പഠിച്ചെടുക്കാൻ സാധിക്കും. അതെ, അതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. ഇപ്പോൾ ഈ നോൺ കോഡിങ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് ഈ ഒരു ടെക്നിക്കൽ സ്കില്ല് പഠിച്ച് അതിലൊരു ജോലി എത്തിപ്പെടുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത്. ഇഫ് യു ആർ എന്താ പറയുക വർക്കിംഗ് ഓൺ ദാറ്റ്, ഡെഫിനറ്റ്ലി പ്രാക്ടിക്കലാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ടെക്നിക്കൽ ജോബ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്യൂർലി ടെക്നിക്കൽ ജോബ് ഇല്ലെങ്കിലും ഈ പറഞ്ഞ AI ടൂൾസൊക്കെ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ജോബിന് പോയാലും അവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രേ ഉള്ളൂ. ഇതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു തോന്നലുമായി ഇരുന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് കുഴപ്പമില്ല നമുക്ക് തോന്നുന്നൊരു സംഭവം എടുത്തിട്ട് അതിൽ നമ്മൾ നിരന്തരം വർക്ക് ചെയ്ത് അതിന് കോഴ്സസ് ആയിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ആ കമ്മ്യൂണിറ്റീസിൻ്റെ ഭാഗമായിട്ട് ചോദിച്ച് സ്വന്തം ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഒരു പ്രതിവിധി എന്നുള്ളത്. അല്ല, ഞാനിപ്പോൾ AI വളരെ ഒഫീഷ്യലി ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. അങ്ങനെ പഠിച്ച AI ASH അങ്ങനെ പഠിച്ച ഒരാളെന്നല്ല. നമ്മളെങ്ങനെ പഠിച്ച് നമ്മൾ സ്വന്തമായിട്ട് ChatGPT ചോദിച്ചിട്ടാണ് ChatGPT എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചത്, അല്ലാതെ വേറെ എവിടുന്നല്ല. നമ്മൾ ChatGPT ചോദിച്ചു അല്ലെങ്കിൽ ജെമിനിനോട് ചോദിച്ചുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. ആ പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക, കുറച്ച് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അത് ക്ഷമയോടുകൂടി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ആർക്കും പഠിച്ചെടുക്കാം, പ്രൊവൈഡഡ് ഇഫ് യു ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ ദാറ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ എൻട്രി കോഡിങ്ങിൻ്റെ യൂസേഴ്സിന് നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ കാണുന്ന നമ്മുടെ എല്ലാ യൂസേഴ്സിനും വരുന്ന ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു, അതും ഫ്രം ദി ഓതൻറ്റിക് സോഴ്സ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബ്യൂട്ടിഫുള്ളായി പറഞ്ഞു തന്ന അജ്മൽ സാറിന് എൻട്രി കോഡിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.